ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്, കോൺസെപ്റ്റ് മാറാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ബൾബുകൾ കംപ്ലയിൻ്റ് ഉണ്ട്, പാർക്ക് ലൈറ്റിൻ്റെ ബാക്ക് ടെയിൽ ലൈറ്റ് ബൾബ് കംപ്ലയിൻറ്റ്, അങ്ങനെ 1-2 കംപ്ലയിൻറ്റ്സുകളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അതും പ്രകാരം നമ്മളതിൻ്റെ കോൺസെപ്റ്റ് മാറ്റാനായിട്ട് അയച്ചിട്ടുണ്ട് ഫ്രണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ കോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു തുരുമ്പ് പിടിച്ചൊരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാറ്റി മാറ്റി സെറ്റ് ചെയ്യണേ. അപ്പോൾ അത് അങ്ങനെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഈ കേബിൾ ഇവിടെ ഔട്ടർ കൂട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് നിലവിൽ കൈയോടെ വേണമെങ്കിൽ അത് മാറ്റിയിടാം. അതല്ലെങ്കിൽ ക്ലച്ച് ലോഡായി കിടന്ന് ഓടി കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടുന്നത് നന്നായിരിക്കും. പിന്നെ മീറ്ററിനകത്ത് ഒന്നാണ് പാർക്കിൻ്റെ ബൾബുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ആകെ കൂടി നമുക്ക് അതിനകത്തുള്ള ഓയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 150 മില്ലിയോളം ഓയിൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, എഞ്ചിനകത്ത്. അപ്പോൾ ശരിക്കും നമുക്കിട്ടുള്ള 1 ലിറ്ററാണ് അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എഞ്ചിൻ ഓയിലിൻ്റെ. അപ്പോൾ നിലവിൽ ഇത്ര ഓയിൽ കുറഞ്ഞു കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 600 മില്ലിയിൽ താഴേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂൽ പമ്പ് അതിനകത്തുള്ള ഓയിൽ പമ്പ് ശരിക്കും പമ്പിങ് നടക്കില്ല. മുകളിലേക്കുള്ള എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്കുള്ള പമ്പിങ്ങോ കാര്യങ്ങളോ നടക്കില്ല. ക്രാങ്കിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ പമ്പ് ചെയ്ത് കയറുന്നുണ്ട്. ആ പമ്പിങ്ങിൻ്റെ ഫ്ലോയിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് വരും. അപ്പോൾ ഇത്രയും ഓയിൽ ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത് അങ്ങനത്തെ ഓൾറെഡി പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതിനകത്ത് സ്ക്രാച്ചസ് കാര്യങ്ങൾ വരാൻ, സിലിണ്ടർ പിസ്റ്റൻ്റെ ഉള്ളിലൊക്കെ സ്ക്രാച്ചസ് കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കുമ്പോൾ ഒരു പക്ഷേ പുക വരാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി പുക വന്നില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം, ഏതാണ് നമുക്ക് ഓട്ടം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു 1000 കിലോമീറ്റർ ബേസിൽ നോക്കിയാൽ മതി. കിലോമീറ്റർ കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്യാം, ലെവൽ എത്രത്തോളം കുറഞ്ഞു പോകുന്നുള്ള ദിവസം നോക്കാം. കൂടുതലായിട്ട് കുറയുന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യും. അതിൻ്റെ എന്താണ് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ തീർത്തുവിടുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, എഞ്ചിൻ സംബന്ധമായിട്ടുള്ള മേജർ കംപ്ലയിൻറ്റിലേക്ക് അത് നയിക്കും. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എഞ്ചിൻ ഓയിൽ ഇപ്പം നിലവിൽ വളരെ ലെവൽ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ടൈലൈറ്റ് ബൾബ്, അങ്ങനെ കുറച്ച് വർക്കുകളാണ് പിന്നെ അഡീഷണൽ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതേപോലെ തന്നെ ഈ ഓയിൽ മാറ്റുന്ന കേസ് വൈകിപ്പോയിട്ടുണ്ടോ എന്നുള്ള ദിവസം കൃത്യമായിട്ട് നോക്കാം. അതേപോലെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന ദിവസം മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നിർബന്ധമായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത് അല്ലെങ്കിൽ ഇപ്പോൾ മൈനോട്ടായിട്ട് ഓയിൽ കത്തിപ്പോണ്ടി നമ്മൾ അറിയില്ല. അപ്പോൾ മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് അത്രയും ഇതായിട്ട് നമ്മൾ പറയണം. അപ്പോൾ നോക്കണം, ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ.